നാട്ടുകാർ പലരും ഭയത്തോടെ കാണുന്ന ഭഗവതിമാരെല്ലാം ഭയങ്കര വാത്സല്യമുള്ള ഭഗവതിമാരാണ്. പ്രത്യേകിച്ച് പൂജ കഴിക്കുന്നവരോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ പറ്റിയും അത്തരത്തിൽ ഇപ്പോൾ ദേവിയെ പോലും വളരെ മോശമായിട്ട് വിളിക്കുന്ന അതൊക്കെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ദേവതകൾക്കും ഒരു ഗ്രഹനിലയും അവരുടെ ദേവതകൾക്കും ഗ്രഹനിലയുണ്ടോ? അതും ഉണ്ടാവില്ലേ ഭൂമിയിൽ. അതായത് എല്ലാ കാലത്തും ഇവർ കുട്ടികളാണ്. മേശാന്തി ഇവരെ പോറ്റുന്ന ആളും കൂടിയാണ്. തന്ത്രി പിതൃ സമാനനാണ്. പിതൃ തുല്യനല്ല, പിതൃ സമാനനാണ്. അച്ഛൻ തന്നെയാണ്. എന്നുവെച്ചാൽ ആദ്യത്തെ ആ ദേവതയ്ക്ക് മന്ത്രദീക്ഷ കൊടുക്കുന്നത് തന്ത്രിയാണ്. ഒരു ശിഷ്യന് മന്ത്രദീക്ഷ കൊടുക്കുന്നത് എങ്ങനെയോ ആ സഹജമായ വാത്സല്യത്തോടു കൂടി വേണം ദേവതയെ സമീപിക്കാൻ. അതുകൊണ്ട് തന്നെ മേശാന്തിയുടെ ശാസനകൾ പോലും ദേവതയ്ക്ക് പ്രശ്നമല്ല. എടീ എന്ന് വിളിച്ചാൽ മേശാന്തിയാണ് വിളിക്കുന്നതെങ്കിൽ ഭഗവതി കേൾക്കും വിളി. വെളിയിൽ നിന്നൊന്ന് ഒന്ന് നിൽക്കുന്നവരെന്ന് വിളിച്ചു നോക്കും. ഈ കാളി ദേവിക്കൊക്കെ കോപമാണ്. അത് ആ ഭഗവതിയെ പൂജിക്കാത്തവരാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എല്ലാ അമ്മമാരും ഗുരുവായൂരപ്പനെ സ്വന്തം കുഞ്ഞായിട്ടാണ് കണക്കാക്കുന്നത്. ചെറിയ 4 വയസ്സായ കുട്ടിയായിട്ടോ ഓടിക്കളിക്കുന്ന കുട്ടിയായിട്ടോ ആണ് മനസ്സിൽ ഭാവം. അപ്പം ആ വാത്സല്യം അവർക്കുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ കാണുന്നത്. അതുപോലെ തന്നെ എല്ലാ സാധകരും സ്വന്തം അമ്മയായിട്ടാണ് ദേവതകളെ ഭഗവതിയെ കണക്കാക്കുന്നത്. അപ്പോൾ ആ അമ്മയോടുള്ള ഇഷ്ടം എന്താണോ ആ ഇഷ്ടമാണ് ദേവതയോട് ഉള്ളത്. അതുകൊണ്ടാണ് മാതൃ ഉപാസനയാണ്, അല്ലെങ്കിൽ അമ്മ ദൈവങ്ങളാണ് ആദ്യം ഉണ്ടായത് ഭൂമിയിൽ. ആദ്യത്തെ ദൈവം അമ്മ ദൈവമാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാകുന്നത്. അച്ഛൻ ദൈവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആദ്യം അമ്മ ദൈവം തന്നെയാണ്. അല്ല, ആദ്യത്തെ കൊട്രവ ഒക്കെ എന്ന് പറഞ്ഞാൽ അമ്മ ദൈവം തന്നെയാണ്. ഈ ഒരു ശക്തിയും കൂടുതൽ ഈ അമ്മ ദൈവങ്ങൾക്കാണോ? ശക്തി എന്ന് പറയുന്നത് ദേവത ഉപാസനയുടെ ശക്തി എന്ന് പറയുന്നത് ആ ദേവതയോടുള്ള അറ്റാച്ച്മെൻ്റ് ആണ്. അത് എവിടെയാണോ നമുക്ക് അറ്റാച്ച്മെൻറ്റ് കൂടുന്നത് അവിടെ ശക്തി ഉണ്ടാവും. പൊതുവേ ആളുകളൊക്കെ ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ശിവനെയും വിഷ്ണുവിനെയൊക്കെ ഒരു ഭക്തി ശരി ദൈവമേ എന്ന് പറഞ്ഞു അമ്മയെ കാണുമ്പോഴത്തേക്ക് അമ്മയെ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കുന്ന ഒരു രീതിയിലാണ് പലപ്പോഴും. അതെന്താണെന്ന് വെച്ചാൽ അവിടെ പറഞ്ഞാൽ വാത്സല്യം ഉണ്ടെന്നറിയാം. കൊടുത്തിരിക്കുന്ന സങ്കല്പം അമ്മയായതുകൊണ്ട് ഒന്ന് കരഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ പെട്ടെന്ന് കാര്യം നടക്കും. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താലും വലിയ അടിയൊന്നും വരാനില്ല എന്ന് മനസ്സിലാവും. അപ്പം ഭദ്രാളിയൊക്കെ ഒരു വർഷങ്ങളോളം പൂജ കഴിച്ച ആളുകളോട് ചോദിച്ചാൽ മതി. നാട്ടുകാർ പലരും ഭയത്തോടെ കാണുന്ന ഭഗവതിമാരെല്ലാം ഭയങ്കര വാത്സല്യമുള്ള ഭഗവതിമാരാണ്. പ്രത്യേകിച്ച് പൂജ കഴിക്കുന്നവരോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടാ പോടാ ബന്ധം വരെ ഉണ്ടാവും. എടീന്ന് വരെ വിളിക്കുന്നവരുണ്ടാവും. പക്ഷേ പുറത്തുനിന്ന് തൊഴുന്നവർക്ക് അതൊന്നും ഉണ്ടാവില്ല, പേടിയുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇവർക്കറിയാം ഭഗവതി ഞാൻ എന്ത് ചെയ്താലും ക്ഷമിക്കും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ. അല്ലാതെ ഭക്തി ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം പോയതുകൊണ്ടോ ഒന്നും അല്ലത്. എൻ്റെ അമ്മയല്ലേ, ഇപ്പം നമ്മൾ വീട്ടിലെ ഒരു കാര്യം മറന്നുപോയി അല്ലെങ്കിൽ അനുവാദം കൂടാതെ ഒന്ന് എടുത്തു. അപ്പം അമ്മ നിന്നെ വെളിയിൽ നിന്ന് ഒരാൾ പറയുകയാണ് അമ്മ നിന്നെ ശിക്ഷിക്കും. എൻ്റെ അമ്മയാണ്. നമ്മളങ്ങനെയല്ലേ പറയുന്നത്. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ അമ്മയോട് അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് ഭഗവതിമാരോട്. ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ പറ്റിയും അത്തരത്തിൽ ഇപ്പോൾ ദേവിയെ പോലും വളരെ മോശമായിട്ട് വിളിക്കുന്ന അതൊക്കെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ ഒരുപാട് സാഹചര്യങ്ങളാണ്. നമുക്ക് എന്തുകൊണ്ടാണ് അത് വന്നത്, ഇതൊക്കെ ഉണ്ടായിരുന്നത് തന്നെയാണോ, അതിലൊക്കെ മാലിന്യം കടന്നുകൂടിയതാണോ ഒന്നും അറിഞ്ഞുകൂടാ. എനിക്ക് കൃത്യമായിട്ട് അവിടുത്തെ പദ്ധതി അറിയില്ല. ഞാൻ വെറുതെ അറിയാത്തൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നത് തന്നെ ശരിയില്ല. കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ആകെ അറിയാവുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതി എന്ന് പറയുന്നത് ആദ്യമകാലം മുതലേ ഉള്ളൊരു കൊട്രവയാണ്. ചേരൻ ചെങ്കുട്ടവൻ്റെ കാലത്തും കണ്ട് പുനഃപ്രതിഷ്ഠ കഴിച്ചതാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ലോകത്തിലെ തന്നെ ആദ്യത്തെ എന്ന് വേണം പറയാവുന്ന തരത്തിലുള്ളൊരു ദേവീക്ഷേത്രമാണ്. അതിനപ്പുറത്തേക്കൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അതിനെ പറ്റിയിട്ട് അറിയാത്ത വിഷയത്തിൽ അഭിപ്രായം പറയാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധിപൂർവമായ കാര്യം. ആരെങ്കിലും പറയുന്നത് ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ അടിയിലൊക്കെ അതിനെപ്പറ്റി വരും, അത് കേട്ട് മനസ്സിലാക്കുക. ഈ കാളി ദേവിക്കൊക്കെ കോപമാണ്, അല്ലെങ്കിൽ പൂജയിൽ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ കോപിക്കും, ദേഷിക്കും, അടിക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ്? അത് ആ ഭഗവതിയെ പൂജിക്കാത്തവരാണ് പറയുന്നത്. പൂജിക്കുന്നവർ പറയാറില്ല. വെളിയിൽ നിന്ന് നോക്കിയിട്ട് പറയുന്ന നമ്മൾ ഈ കാട്ടിനകത്ത് പുലിയുണ്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ പറയുന്ന, അല്ലാതെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗവതിയാണ്, അമ്മയാണ്, ഭഗവതിയാണ്. ഒന്നും ചെയ്യില്ല. എത്ര അടിയുണ്ടെങ്കിലും വാത്സല്യപൂർവ്വമായിട്ടുള്ള അടിയേ ഉണ്ടാവുള്ളൂ. വാത്സല്യം, ചെറിയൊരു വാത്സല്യം ഉണ്ടാവും. അടിക്കും ഒരു മയം ഉണ്ടാവും. അല്ലാതെ വീട്ടിലെ അമ്മ കുഞ്ഞുങ്ങളെ തല്ലുന്നത് വലിയ പട്ടിയ കഷ്ണത്തിനാണോ അല്ല അടിക്കുന്നത്? ചെറിയ വഴിയെടുത്ത് ഒരു അടി കൊടുക്കും. പട്ടിയ കഷ്ണത്തിന് തല്ലിയ അമ്മമാരും ഉണ്ട്, ഇല്ലെന്നല്ല. ഞാൻ പറഞ്ഞ കുട്ടിയെ എറിഞ്ഞ് കൊന്ന അമ്മമാരും ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. അതൊന്നും ഈ മാതൃഗുണത്തിന് ചേരാത്ത അമ്മമാരാണ്. അതിൽ അമ്മ എന്നുള്ള പദം അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല അവർക്ക് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ അത് പ്രസവിച്ചു എന്നുള്ള ഒരു ഇതേ ഉള്ളൂ, അതിന് അമ്മ എന്നൊന്നും പറയാൻ പറ്റില്ല.
അതല്ല ഞാൻ പറഞ്ഞത്. ശരിയായ അമ്മ എന്നുള്ള അർത്ഥത്തിൽ അമ്മയെ എടുക്കുമ്പോൾ ഭഗവതിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ സേവിക്കുക, അറിയുന്ന പോലെ തന്നെ സേവിച്ചാൽ മതി, ഭഗവതി നോക്കിക്കോളും. നമ്മൾ ഈ ക്ഷേത്ര ചൈതന്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഒരു ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ എങ്ങനെ വർദ്ധിപ്പിക്കുക. അപ്പോൾ 2 നേരവും പൂജ കഴിക്കുന്ന തിരുമേനിമാരുണ്ട്, പക്ഷെ എന്നാൽ ആ ക്ഷേത്രത്തിൻ്റെ ഒരു ചൈതന്യമില്ല. അങ്ങനെ ആ ചൈതന്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ എന്തെങ്കിലും ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാലമാണല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ക്ഷേത്രത്തിൻ്റെ സമയക്രമം, തുറക്കുക അടയ്ക്കുക, പൂജകളിലെ കൃത്യത, ഒരേ സമയം തന്നെ എല്ലാം കഴിക്കുക, നിവേദ്യങ്ങളുടെ ശുദ്ധി, അകത്തേക്ക് കൊടുക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ നന്നായാലേ പുറത്തേക്ക് വരുന്നത് നന്നാവുള്ളൂ. ഉപയോഗിക്കുന്ന മാലാപൂവ്, ഇതിനകത്തെ ശുദ്ധി മീൻസ് അശുദ്ധമായ മുടിയോ നരോ അങ്ങനെയുള്ളതൊന്നും കൂടാതെ ഉപയോഗിക്കുക. പിന്നെ ദേവതയിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ, അഭിഷേകത്തിന് മുതലായ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളുടെ ശുദ്ധി, അകത്ത് ഉപയോഗിക്കുന്ന എണ്ണ, നെയ്യ്, ഇവയുടെ പരിശുദ്ധി, ഇതിന് ഒക്കെ ഉപരി പൂജകൻ്റെ തപസ്. പൂജകൻ പൂജിക്കുന്ന ദേവതയെ തന്നെ ഉപാസിക്കുക, സാധകനായിരിക്കുക, അതാണ് വേണ്ടത്. ഇപ്പം ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതൊന്നും വലിയ താല്പര്യമില്ല. പല സ്ഥലത്തെയും കമ്മിറ്റി അല്ലെങ്കിൽ ക്ഷേത്ര ഭാരവാഹികൾ എന്ന് പറയുന്നവർക്ക് ഒരാൾ തന്നെ വിളിച്ചിരിക്കുന്നു, ഒരു ജപവും അനുഷ്ഠാനമൊക്കെ ഉള്ളൊരു പയ്യൻ. അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, അയാൾക്ക് വേറെ വ്യക്തിപരമായ അനുഷ്ഠാനം ഉള്ളതുകൊണ്ട് അവരുടെ ക്ഷേത്രത്തിലെ പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞു അത്ര ജ്യോത്സ്യൻ, അവരുടെ ക്ഷേത്രത്തിലെ ദേവതയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇയാളോട് മാറിക്കോളാൻ, 2 നേരവും കൃത്യമായി പൂജ കഴിക്കുകയും സന്ധ്യാവന്ദനം കഴിക്കുകയും അവനവൻ ഉപാസിക്കുന്ന മന്ത്രത്തെ ഉപാസിക്കുകയും ചെയ്യുന്ന ഒരാളെ മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ടുവരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നീ വെറുതെ എന്തിനാണ് അവിടെ നിന്ന് വിഷമിക്കുന്നത്, അല്ല അവർ വല്ല ഓട്ടോറിക്ഷ വാർക്കപ്പണിക്കാരെയോ ആരെങ്കിലും ബംഗാളിയോ വല്ലതും വെച്ചോളും. ഇതാണ് അവസ്ഥ. അപ്പോൾ ആ എഴുതി കൊടുത്ത ജ്യോത്സ്യൻ്റെ വിവരം എത്രയുണ്ട്? അപ്പോൾ അവനെയാണ് ആദ്യം കവളം മടൽ വെട്ടി അടിക്കേണ്ടത്. സാധകനായ ഒരാളും സന്ധ്യാവന്തനമുള്ള ഒരുത്തിനും വരണമെന്നാണ് ദേവത ആഗ്രഹിക്കുന്നത്. ഒരു ദേവത ഒരു സൂക്ഷ്മത്തെ അറിഞ്ഞ ഒരു തപസ്വിയായിട്ടുള്ള ഒരു സാധകനെയോ ഒരു അർച്ചകനെയോ കാണുമ്പോൾ ദൈവമേ ആ ചേട്ടനൊരു പൂവിട്ടിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ദേവത തന്നെയല്ലേ അങ്ങനെയെങ്കിൽ തനിക്ക് തന്നെ അടുത്ത പൂജിക്കേണ്ടത് ഇവനാണ് എന്ന് പറഞ്ഞ് ഒരാളെ അങ്ങോട്ട് കൊണ്ടുവരേണ്ടത്? അങ്ങനെ ഒരുപാട് ഫാക്ടർ അതിനകത്ത് ബാധിക്കുന്നുണ്ട്. ദേവത അങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും ദേവതയുടെ ആഗ്രഹം പോലെ നടക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഭഗവതി എല്ലാം നടത്തിക്കോളും എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുമൊന്നുമില്ല. ഭഗവതി അങ്ങനെ നടത്തിക്കോളും എന്നായിരുന്നെങ്കിൽ നമ്മുടെ ഒന്നും ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ നമുക്ക് നിർദ്ദേശം വരും, നമ്മളത് അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെ കർമ്മപ്രാരാബ്ധം നമുക്ക് വരും. അപ്പം നമ്മളോട് പറയാണ്, ഇപ്പം കുഴിയുണ്ട് ചാടരുത് ബോർഡ് വെച്ചിട്ടുണ്ട്, 2 ബോർഡായി 3 ബോർഡായി, നിങ്ങൾ പിന്നെയും കുഴിക്കാത്ത ചാടി, അവിടെ ദേവതയ്ക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ദേവത, ക്ഷേത്രമൂർത്തി കൃത്യമായിട്ടുള്ള നിർദ്ദേശം തരും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ക്ഷേത്രമൂർത്തി തരുന്നത് നിർദ്ദേശമാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യബോധമെങ്കിലും ഇയാൾക്ക് വേണം. ഭഗവതിയാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ ഭഗവതി പറയുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം വേണ്ടേ? ആ ബോധം ഇല്ലാത്ത ആൾക്കാരോട് പിന്നെ എന്ത് ചെയ്യും? ചിലപ്പോൾ ആ ബോധം പോലും ഉണ്ടാവില്ല. അപ്പം രക്ഷയില്ല, അടിമേടിക്കുക എന്നുള്ളതല്ലാതെ മാർഗമൊന്നും ഉണ്ടാവില്ല. ചില സമയത്ത് എല്ലാവർക്കും, ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും ഒരു ഗ്രഹനിലയുള്ളതുപോലെ ദേവതകൾക്കും ഒരു ഗ്രഹനിലയും അവരുടെ ദേവതകൾക്കും ഗ്രഹനിലയുണ്ടോ? അവരും ഉണ്ടാവുമല്ലേ ഭൂമിയിൽ. നമ്മളെ സംബന്ധിച്ച് എല്ലാത്തിന്റെ അടിസ്ഥാനം ദേവതയാണ്. ഒരു അത് നിങ്ങൾ പറയുന്നത് വിഷ്ണുവെങ്കിൽ വിഷ്ണു തന്നെ. ഞാൻ പറയുന്നത് വിഷ്ണുവല്ല, ആ അപ്പൻ, ഈ അപ്പൻ, ആ തേവര്, ഈ തേവരെന്ന് പറഞ്ഞ് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മൂർത്തി, ഗുരുവായൂരപ്പൻ, അമ്പലപ്പുഴ തേവര് എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചിരിക്കുന്ന മൂർത്തിക്ക്, ആ മൂർത്തി ഉണ്ടായ കാലത്തൊരു ഗ്രഹനിലയുണ്ട്. അതല്ലേ നമ്മൾ മുഹൂർത്തമൊക്കെ നോക്കി പ്രതിഷ്ഠിക്കുന്നത്. നല്ല മുഹൂർത്തം നോക്കി പ്രതിഷ്ഠിക്കുന്നത് എന്തിനാണ്? എപ്പോഴെങ്കിലും വെച്ചാൽ പോലെ നല്ല ഒരു ഗ്രഹനിലയിലുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതെ, അങ്ങനെ തന്നെയല്ലേ, അതിലെ കുഞ്ഞിനെ പരിപാലിക്കുന്ന പോലെയല്ലേ പരിപാലിക്കുന്നത്. എല്ലാ കാലത്തും ഓൾ ടൈം കുഞ്ഞുങ്ങളാണ് ഇവർ. അതായത് എല്ലാ കാലത്തും ഇവർ കുട്ടികളാണ്. മേശാന്തി ഇവരെ പോറ്റുന്ന ആളും കൂടിയാണ്. തന്ത്രി പിതൃ സമാനനാണ്, പിതൃ തുല്യനല്ല, പിതൃ സമാനനാണ്. അച്ഛൻ തന്നെയാണ്. എന്നുവെച്ചാൽ ആദ്യത്തെ ആ ദേവതയ്ക്ക് മന്ത്രദീക്ഷ കൊടുക്കുന്നത് തന്ത്രിയാണ്. ഒരു ശിഷ്യന് മന്ത്രദീക്ഷ കൊടുക്കുന്നത് എങ്ങനെയോ അത് തന്നെയാണ് ഒരു ദേവതയ്ക്ക് കൊടുക്കുന്ന മന്ത്രദീക്ഷയും. ശരിക്കും ഒരു ശിഷ്യന് മന്ത്രം പകർന്നു കൊടുത്ത് അയാളെ സാധകനാക്കി മാറ്റുന്ന അതേ പ്രക്രിയയാണ് ഒരു ശില കൊണ്ടുള്ള വിഗ്രഹത്തിന് മന്ത്രദീക്ഷ കൊടുത്തിട്ട് അതിനെ വിഗ്രഹമാക്കി മാറ്റുന്നത്.
അപ്പോൾ ആ തരത്തിൽ കൊടുത്ത ആൾ ആരാവും? ഒരാൾക്ക് ഒരു മന്ത്രദീക്ഷ കൊടുത്ത ആളെ സാധകനാക്കുന്ന ആൾ ഗുരുവാണെങ്കിൽ, പിതൃതുല്യനാണെങ്കിൽ അത് തന്നെ ദേവതയ്ക്കും തന്ത്രി വരും. അതുകൊണ്ടാണ് അച്ഛനെ പോലെ എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ എല്ലാവരും ചോദിക്കും മേശാന്തി അമ്മയെ പോലെയാണോ? ആണ്. കാരണം ദേവതയെ എല്ലാ ദിവസവും കുളിപ്പിക്കുകയും വസ്ത്രം മാറുകയും ദേവതയ്ക്ക് വേണ്ട ഇഷ്ടാനിഷ്ടങ്ങളെ നോക്കി ചെയ്യുകയും ചെയ്യുന്ന ആൾ ആരാണ്? മേശാന്തിയാണ്. സാധാരണ രീതിയിൽ അമ്മമാർ ചെയ്യുന്ന പണിയാണ്. അപ്പം ആ സഹജമായ വാത്സല്യത്തോടു കൂടി വേണം ദേവതയെ സമീപിക്കാൻ. അതുകൊണ്ട് തന്നെ മേശാന്തിയുടെ ശാസനകൾ പോലും ദേവതയ്ക്ക് പ്രശ്നമല്ല. അപ്പം എടീ എന്ന് വിളിച്ചാൽ മേശാന്തിയാണ് വിളിക്കുന്നതെങ്കിൽ ഭഗവതി കേൾക്കും വിളി. വെളിയിൽ നിന്നൊന്ന് ഒന്ന് നിൽക്കുന്നവനൊന്ന് വിളിച്ചു നോക്ക്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. അതായത് എനിക്കറിയാവുന്ന എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഗണപതി ക്ഷേത്രം. അപ്പം എന്നും ഈ നാരങ്ങമാല വന്ന് എലി കട്ടി ഗണപതി ആയതുകൊണ്ട് ഈ തേങ്ങയും ഒക്കെ വരും, അതൊക്കെ തുരക്കുക ഇങ്ങനെയുള്ള. അപ്പോൾ ഗണപതിയെ ശാസിക്കും ഇടയ്ക്ക്, നിൻ്റെ എലിയെ പിടിച്ച് അവിടെ നിർത്തിക്കോണം മര്യാദയ്ക്ക്, ഇവിടെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പറയും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് നിന്നു, എലി ഉപദ്രവം ഇല്ലാണ്ടായി. നിന്നെ അപ്പം നീ എന്നൊക്കെ വിളിക്കുന്നു, നീ പറയുന്നത് കേട്ടോണം, എൻ്റെ പായസം ഞാൻ തരില്ല അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ശാസിക്കും. അങ്ങനെ അത് ആ ദേവതയായിട്ടുള്ള ആത്മബന്ധമാണ്. ഇത് ശിലാവിഗ്രഹമാണെന്നും വെറും കല്ലാണെന്നും വിചാരിക്കുന്ന ആളുകളോട് ഇത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ ഒരു 10 കൊല്ലം 5 കൊല്ലമൊക്കെ പൂജ കഴിക്കണം, അല്ലാതെ ഇത് മനസ്സിലാവില്ല. ഇപ്പം ഞാൻ ഈ പറയുന്നതിനെ തർക്കിക്കുകയാണെങ്കിൽ അനുഭവത്തിൽ നിന്ന് പഠിക്കുക. ഒരു 4 കൊല്ലം 5 കൊല്ലം ഒരു ദേവതയെ തന്നെ ഒന്ന് പൂജിച്ച് നോക്ക്. നിങ്ങൾ 4-ാം മാസം തൊട്ട് നിങ്ങൾക്ക് അനുഭൂതികൾ തുടങ്ങും. നിങ്ങളുടെ അനുഭവത്തിൽ ആ ദേവത എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങും. ദേവത പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. ഇതിനൊന്നും ഭാഷ പോലും ആവശ്യമില്ല. അങ്ങനെയുള്ള അനുഭൂതി വരുമ്പം ആ സമയത്ത് ഈ വാത്സല്യം കൊണ്ട് ചിലപ്പോൾ എടി പൊടി എടാ എന്നൊക്കെ മേശാന്തിമാർ വിളിച്ചെന്നിരിക്കും. ഇതിൽ ആഹാരശുദ്ധി, അതായത് പൂജ ചെയ്യുന്ന ആളുകൾക്ക് ആഹാരശുദ്ധിയുടെ ആവശ്യകത ഉണ്ടോ? പിന്നെ നിർബന്ധമായിട്ടും വേണ്ടേ. ഈ അങ്ങനെയാണെങ്കിൽ ഈ ഭക്ഷണത്തിൽ നിന്നല്ലേ മനസ്സുണ്ടാവുന്നേ? അല്ല, ഈ മദ്യം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്? മദ്യമൊക്കെ ഇതെല്ലാം ആഹാരമാണല്ലോ. ആഹാരത്തിൽ നിന്ന് മനസ്സുണ്ടാവും. അപ്പം നിർബന്ധമായിട്ടും ആഹാരത്തിന് ശുദ്ധി വേണം. സാധിക്കുന്ന വിധത്തിലുള്ള ശുദ്ധി ആഹാരത്തിന് പാലിക്കണം. ആഹാരശുദ്ധി ചെയ്യാതെ ഒരാൾ പൂജ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ക്ലാവ് പിടിച്ച പാത്രത്തിൽ പാലൊഴിച്ച പോലെ ഇരിക്കും. നല്ല കുങ്കുമപ്പൂട്ട തിളപ്പിച്ച പാല് പഞ്ചസാര ഇട്ട് ക്ലാവുള്ള ചെമ്പുപാത്രത്തിൽ ഒഴിച്ചു തന്നാൽ അങ്ങനെ ഉണ്ടാവും. ആ ഫലം തന്നെ ഉണ്ടാവും. കുടിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ചില പൂജാരിമാരിപ്പോൾ ചെറിയ രീതിയിൽ മദ്യപിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ആ ദേവതയുമായിട്ടുള്ള ദേവതയുടെ ഇഷ്ടമാണ്, ദേവതയായിട്ടുള്ള അറ്റാച്ച്മെൻ്റാണ്. അവിടെ ഒന്നും നമുക്കൊന്നും പറയാനില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ സാധാരണഗതിയിൽ ഒരു കള്ളുകൂടിയനെ ഞാൻ എൻ്റർടൈൻ ചെയ്യില്ല, കേട്ടില്ല. പക്ഷേ എൻ്റെ ഗുരുനാഥനാണ് കള്ളുകൂടിയനെങ്കിലോ എന്തു ചെയ്യും? എൻ്റർടൈൻ ചെയ്യണോ? അവിടെ ഞാൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയില്ല. അല്ല, ഇഷ്ടം, അറ്റാച്ച്മെൻറ്റ്, അതനുസരിച്ച് ചിലപ്പോൾ ആ ദേവതയ്ക്ക് അതിനേക്കാൾ പ്രയോറിറ്റി ഇദ്ദേഹമായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു തലം കഴിഞ്ഞ് സൂക്ഷ്മത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല പിന്നെ അവിടുത്തെ വിഷയം. പിന്നെ ആ ദേവതയ്ക്ക് ഈ പറഞ്ഞ സൂക്ഷ്മത്തെ അറിഞ്ഞ ഒരാൾ വരണേന്നാണ് ദേവത ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർ വന്നു പോകുമ്പം ഞങ്ങളുടെ സ്വാമിയുടെ ഭാഷയെ പറഞ്ഞാൽ അവൻ്റെ മണം അടിച്ചാൽ പൂജയാവും. ഏതാ സൂക്ഷ്മത്തെ അറിഞ്ഞവൻ്റെ ഒരു മണം അടിച്ചാൽ ഇവിടെ പൂജയാവും. അങ്ങനെയുള്ളവരൊന്ന് പോയാൽ മതി, ഒന്ന് തൊട്ടാൽ മതി, 2 പൂ എടുത്തിട്ടാൽ മതി, ഒന്ന് അഭിഷേകം ചെയ്യുമ്പോൾ ഒന്ന് കൂടെ ഇരുന്നാൽ മതി, ഒന്ന് തൊട്ടാൽ മതി വെറുതെ ഗ്രഹത്തിൽ. ഇത് എത്ര പണിയൊന്നും പൂജയൊന്നും കഴിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചില പൂജാരിമാരൊക്കെ കണ്ടിട്ടുണ്ട്, അതായത് ചില തന്ത്രിമാരാണെങ്കിൽ പോലും നേരെ ക്ഷേത്രത്തിലേക്ക് വരുന്നു, 2 പുഷ്പം ഇടുന്നു, ഇപ്പോൾ എന്ത് ഹോമമാണെങ്കിലും അത് കഴിഞ്ഞിട്ട് അപ്പോഴേ പോകുന്നത്. സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കണം, അതിന് റിസൾട്ട് ഉണ്ടോ എന്ന് മാത്രം നോക്കണം. റിസൾട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ദേവതാ പ്രസാദം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരെയും ഒരു സ്ഥലത്ത് അവർ വരാനുള്ള, ആ സ്ഥാനത്ത് ഇരിക്കാനുള്ളതിന് കാരണം എന്ന് പറയുന്നത് അവരുടെ പൂർവ്വജന്മ സുഹൃതം കൊണ്ടാണല്ലോ. അത്തരത്തിൽ അവരെ നിശ്ചയിച്ച് അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അവിടെ സംഭവിക്കുന്നുണ്ട് ഓൾറെഡി. പക്ഷേ ഞാനിതിന് അധികാരിയായി, ഞാനിതിന് യോഗ്യനാവുന്നതും കൂടി ഉണ്ടല്ലോ. അധികാരവും യോഗ്യതയും രണ്ടാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പം എനിക്ക് പിന്തുടർച്ച അവകാശപ്രകാരം രാജാവാകാം. ഞാൻ രാജാവിൻ്റെ മകനായാൽ മതി, അല്ലെങ്കിൽ തലമുറപ്പെട്ട ആളായാൽ മതി.
അത് എൻ്റെ അധികാരമാണ്. പക്ഷെ യോഗ്യനാകുന്ന എപ്പോഴാണ്? ഞാൻ ആ പദവിക്ക് യോഗ്യമായ രീതിയിലേക്ക് എൻ്റെ പ്രവൃത്തിയെ കൊണ്ടുവരുമ്പോഴാണ്. അല്ലേ? രാജാവായിട്ടിരുന്നിട്ട് പിച്ചക്കാരൻ്റെ പണിയാണ് ചെയ്യുന്നതെങ്കിലോ ആ പദവിയെ അതായത് ചില ആളുകൾ ഒരു പദവിയിലെത്തിയാൽ ആ പദവിക്ക് അനുസരിച്ച് അവർ ഉയരും. ചില ആളുകൾ അവരുടെ നിലവാരത്തിലേക്ക് പദവിയെ താത്തും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം സാധകരായിട്ടുള്ള ആൾക്കാർ ചിലവർ യോഗ്യരല്ലെങ്കിൽ പോലും ആ പദവിയിൽ എത്തിക്കഴിയുമ്പോഴേക്കും അധികാരി അല്ലെങ്കിലും അവർ ആ പദവിയിലെത്തുമ്പോൾ അതിൻ്റെ യോഗ്യനായി മാറുകയും പിന്നീട് അധികാരിയാവുകയും ചെയ്യും. ഇപ്പം ഇദ്ദേഹം ചോദിച്ചില്ല മന്ത്രോപാസന വിഷയത്തിൻ്റെ ചോദിച്ചതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. മന്ത്രത്തിന് എപ്പോഴും ഒരു അധികാരി ഭേദമുണ്ട്. ഇപ്പം മന്ത്രങ്ങൾക്ക് കാരണം ഇപ്പം മഹാരാജാവ് മന്ത്രി നിൽക്കുമ്പോൾ രണ്ടു പേർക്കും സൈന്യത്തെ നിയന്ത്രിക്കാം. പക്ഷെ രാജാവ് നിൽക്കാൻ മന്ത്രിക്ക് അധികാരമില്ല. രാജാവില്ലെങ്കിൽ മന്ത്രിക്ക് അധികാരമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായി? അപ്പം രാജാവിൻ്റെ ആജ്ഞയാണ് അവിടെ അധികാരം എന്ന് പറയുന്നത്. മന്ത്രിയുടെ ആജ്ഞ പിന്നീടാണ്. അപ്പം അധികാരി ഭേദം എല്ലാത്തിലും ഉണ്ട്. മന്ത്രത്തിന് അധികാരം, മന്ത്രത്തിലും മന്ത്രാധികാരി എന്നുള്ള ഒരു സംഗതിയുണ്ട്. മന്ത്രത്തിന് അധികാരി ആയിരിക്കണം. മന്ത്രത്തിൻ്റെ അധികാരം എങ്ങനെ കിട്ടുന്നു? ദേവതാപ്രസാദം കൊണ്ട് കിട്ടുന്നു. ആ മന്ത്രോപാസന ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നു.